നമസ്കാരം, പൊട്ടക്കണ്ണാണേ. കേരളമാണ് ഏറ്റവും സുരക്ഷിതം, കേരളമാണ് ഏറ്റവും സാക്ഷരതയുള്ളത്, കേരളമാണ് നമ്പർ 1 ഇന്ത്യയിൽ എന്നൊക്കെ മേനി നടിച്ച് നടക്കുന്ന കുറേ അണ്ണന്മാരുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് കക്കാനൊരു അവസരം വേണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മേനിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ഢികളായിട്ടുള്ള ജനങ്ങൾ അത് വിശ്വസിച്ച് പഞ്ചപുച്ഛമടക്കി നിന്നോളും. അപ്പോൾ നമുക്ക് ഒന്ന് കേട്ട് നോക്കാം. നമ്മൾ നിരന്തരം വടക്കു നോക്കി യന്ത്രങ്ങളാണ് നമ്മൾ UP-ലോട്ടേ നമ്മൾ നോക്കത്തുള്ളൂ. ആ UP-യിലെ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്ന് കേട്ട് നോക്കാം. ഇന്ന് നിങ്ങൾക്ക് UP-യിൽ എവിടെയും കേരളത്തിലേക്ക് സുരക്ഷിതമായിട്ട് നടക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭീകരമായ ചതികളാണ് കേരളത്തിലൂടെ ഭരിച്ചുകൊണ്ടിരുന്നവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്താ കാരണം? കേരളം ഈ 2 ഇസത്തിന്റെ പുറകെ പോകുന്നു. അവർ ജീവിക്കാനുള്ള അവസരം കൊടുത്താൽ അവൻ പിടിപെട്ടു പാകിസ്ഥാനിലുണ്ടാവും. അതാണ് നമ്മൾ വിദേശ രാജ്യങ്ങളെ കണ്ടുപിടിക്കേണ്ടത്. അതാണ് UP-യിലെ യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞ ആളിനെ ഇവിടെ എല്ലാവരും പറയുന്നത് എന്താ, മുലായം സിംഗ് യാദവിന്റെ ജ്യേഷ്ഠന്റെ മകൻ അദ്ദേഹം എന്നോട് പറഞ്ഞാൽ എന്താ അറിയോ, കാര്യം എന്താ പറഞ്ഞാലും ഇയാൾ വന്നതിന് ശേഷം ഇപ്പൊ പേടിക്കാതെ നടക്കാം. സകല ഗുണ്ടകളെയും പിടിച്ച് അകത്തിട്ടു. മറ്റൊരു സ്ത്രീക്ക് പകരതിനെ പോകത്തില്ലായിരുന്നു. ശങ്കന്റെ കാവൽക്കാരുമായിട്ട് വന്ന് ആണ് ഉമ്മായി നടക്കുന്നത്. ഒറ്റ ഒരുത്തിനെ പോലും വിട്ടില്ല, ഗുണ്ടാനെ അവസാനിച്ചു. ഇന്ന് നിങ്ങൾക്ക് UP-യിൽ എവിടെയും കേരളത്തിലേക്ക് സുരക്ഷിതമായിട്ട് നടക്കാം. സുരക്ഷിതത്വമല്ലേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യമായിട്ടുള്ളത് അല്ലേ? അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം വരത്തുള്ളൂ. അതാരാണ് കൊണ്ടുവന്നേ? UP പോയി ഈ പറയുന്ന യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന വണ്ടർഫുൾ പേഴ്സണെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് അടി കിട്ടും, രാഷ്ട്രീയമില്ലാതെ. കാരണം അറിയോ, ആ മനുഷ്യന് UP-ക്കാർക്ക് ഒരു വലിയ ആത്മവിശ്വാസം പകർന്നു കൊടുത്തു. അവിടെ ഏതെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ? വെറുതെ അടിച്ചു വിടുന്നതാണ്. കറക്റ്റ്, ഇതാണ് പോയിന്റ്. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കാര്യമാണ്. UP-യിൽ ഒരു മുസ്ലിമിനും ഒരു പ്രശ്നവുമില്ല, മറിച്ച് മുസ്ലിം സ്ത്രീകൾ മുഴുവൻ ഇഷ്ടപ്പെടുന്നത് യോഗി ആദിത്യനാഥിനെയാണ്. കാരണം മറ്റൊന്നുമല്ല, മുത്തലാഖ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ക്രിമിനൽസത്തെ ഇല്ലെങ്കിൽ ഗുണ്ടായുസത്തെ അടിച്ച് പരത്തി ഓടിച്ചു വിട്ട ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം വളരെ ഫേമസ് ആണ്. ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി. ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ ഏതെങ്കിലും ഒരു ഗുണ്ടയെ പിടിച്ച് അകത്തിടാനോ ഇല്ലെങ്കിൽ അവൻ്റെ വീട് അടിച്ചു പൊളിച്ച് കളയാനോ? ഒരു രാഷ്ട്രീയ ക്രിമിനലിൻ്റെ വീട് തകർത്ത് കളയാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? വെല്ലുവിളിക്കാം നമുക്ക്. അതേ മറ്റത് വിറയ്ക്കും. മനസ്സിലായോ? പൊട്ടക്കണ്ണാണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ.